PM ശ്രീ പദ്ധതിയിൽ CPIയെ CPM-ന് മെരുക്കിയെടുക്കാൻ കഴിയും? ഇപ്പോഴത്തെ നിലയിൽ മെരുക്കിയെടുക്കാൻ അല്പം പ്രയാസമാണ്. എന്തെങ്കിലും ഒരു ചെറിയ വാഗ്ദാനം കൊടുത്തില്ലെങ്കിൽ, അതായത് PM ശ്രീ പദ്ധതിയിൽ നിന്നും നമ്മൾ പിന്മാറുമെന്നോ പിന്മാറാനായിട്ടൊരു കത്ത് കേന്ദ്രത്തിലേക്ക് അയക്കുമെന്നോ എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകിയില്ലെങ്കിൽ അല്പം പാടാകുന്ന ലക്ഷണമാണ് കാണുന്നത്. അല്ല, തുടർ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. അത് സാധ്യമല്ല. കാരണം PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, PM ശ്രീ എന്നല്ല, കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പദ്ധതി പിന്തുടരേണ്ട ധാർമ്മിക ബാധ്യത, ധാർമ്മികമല്ല നിയമപരമായും ബാധ്യത കേരള സർക്കാരിനുണ്ട്. അതല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ലംഘനമായിട്ട് വേണേലും അത് കേന്ദ്രത്തിന് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ കേന്ദ്രം ഇതുകൊണ്ട് കടുത്ത നടപടിക്കൊന്നും പോകാത്തതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർക്കും ഇതൊരു ഭരണഘടനാ പ്രശ്നമായിട്ട് വേണമെങ്കിൽ ഉന്നയിക്കാം. അതിനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൽ വരാനിരിക്കുന്നത് നാളെ ബുധനാഴ്ച CPI മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ഒരു പ്രതിസന്ധി ഉണ്ട്. രണ്ടാമത്തേത്, മറ്റന്നാൾ നിയമസഭ കൂടാനിരിക്കുന്നു. മറ്റന്നാളല്ല, 1-ാം തീയതി, നവംബർ 1-ാം തീയതി നിയമസഭ കൂടാനിരിക്കുന്നു. ആ നിയമസഭയിലും CPI മന്ത്രിമാരെന്നുള്ള നിലയിൽ അല്ല അവിടെ പങ്കെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമെന്നുള്ള നിലയിൽ അല്ല പങ്കെടുക്കുന്നതെങ്കിൽ അതും ഒരു അഭംഗിയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഒരുപാട് വിഷയങ്ങൾ അതിൽ കിട്ടുകയും ചെയ്യും. അത് LDFൻ്റെ ഇമേജിനും അല്പം ബാധിക്കാൻ ഇടയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടായിരിക്കാം ഇടതുമുന്നണി യോഗം വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പല കക്ഷികളും ആവശ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് നീക്കം നടത്തുമെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇപ്പം അറിയാവൂ. കാരണം മുഖ്യമന്ത്രിയെ മാർക്സിസ്റ്റ് പാർട്ടി ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. LDFും ഏതാണ്ട് അതുപോലെ നിൽക്കുകയാണ്. പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് CPI എന്താ മനസ്സിലാക്കാതെ പോകുന്നതെന്നുള്ളതാണ്. അല്ല, CPIക്ക് ഇപ്പോൾ ഒരു കടും വാദത്തിൽ വീണുപോയി. ഇനി അതിൽ നിന്ന് ഊരാൻ പറ്റാത്തൊരവസ്ഥ CPIക്കും ഉണ്ട്. CPI കാരണം CPI ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്കൊരു നാണംകെട്ട പിന്മാറ്റം പറ്റില്ല. അതുകൊണ്ടാണ് അവർ മന്ത്രിസഭയിൽ തൽക്കാലം ചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. എന്നാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിയും വെച്ചിട്ടില്ല. ഇതൊരു അഴകുഴമ്പൻ പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അന്തിമ ഫലം LDFന് അതൊരു നാണക്കേടാണ്. CPIക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും. അത് ഇനി മുന്നണിയിൽ തുടരാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അവർ പിരിഞ്ഞു പോകാനാണെങ്കിൽ കുഴപ്പമില്ല. മുന്നണിയിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന സ്പർദ്ധകളും മറ്റ് ബുദ്ധിമുട്ടുകളും താഴെത്തട്ടിൽ വരെ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം തന്നെ അത് ഏതാണ്ട് താഴെത്തട്ട് വരെ വ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് 1 മാസത്തിനകം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രചരണമായിട്ട് ഇറങ്ങേണ്ട സമയം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലും ഒക്കെ CPIക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ CPM പ്രവർത്തകരെ കൂടെ ഒപ്പം നിർത്തിക്കൊണ്ട് മാത്രമേ ഇവർക്ക് ഇലക്ഷനെ നേരിടാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ CPIക്ക് ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നണി വിടും എന്ന് തോന്നുന്നുണ്ടോ? മുന്നണി വിടാനുള്ള സാധ്യത കുറവാണ്. കാരണം മുന്നണി വിട്ടാൽ എവിടെ പോകാനാണ്? മുന്നണി വിട്ടാൽ പോകേണ്ടത് പിന്നെ UDFിലേക്കല്ലേ. UDF അവർ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സ്വാഗതം എങ്ങനെ CPIക്ക് സ്വീകരിക്കാൻ കഴിയും? കാരണം അവിടെ മുസ്ലിം ലീഗ് തന്നെ 35 MLA-മാരെങ്കിലും കിട്ടണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 30എങ്കിലും അവർ കോൺഗ്രസിന് മേലെ നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് 30എങ്കിലും കൊടുത്താൽ പോലും CPIക്കും ഏതാണ്ട് ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണ്ടേ? പഴയ CPIയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരു 30 സീറ്റ് എന്ന് പറഞ്ഞാൽ 60 സീറ്റ് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞു. പിന്നെ കേരള കോൺഗ്രസ് കിടക്കുന്നു, മറ്റ് ഘടകകക്ഷികൾ കിടക്കുന്നു, RSP കിടക്കുന്നു. ഇവർക്കൊക്കെ സീറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് 60 65 സീറ്റിൽ മത്സരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ മത്സരിച്ചാൽ 60 സീറ്റിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് ഒരു 30 സീറ്റ് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അവർ നീങ്ങുന്നത്. പിന്നെ 60 സീറ്റിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ അവരുടെ ജംബോ KPCC നേതൃത്വം എന്ത് ചെയ്യും? 250ഓളം നേതാക്കൾ തന്നെ അവിടെ ഉണ്ട്. സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും മറ്റ് ഉന്നത നേതാക്കളുമൊക്കെ ആയിട്ട് അവർക്ക് 200-ലധികം ഭാരവാഹികൾ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ആര് സീറ്റ് കൊടുക്കും? അപ്പോൾ അതൊക്കെ പാർട്ടിക്കകത്തും വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എവിടെ CPI ചെന്നാലും അത് ഒരു വിനയായിട്ടായിരിക്കും ആ മുന്നണിക്ക് വരാൻ പോകുന്നത്. ഇനി മുന്നണി ഇടതു മുന്നണിയിൽ നിന്നാൽ പോലും കൂടുതൽ അസ്വാരസ്യം CPM-മായി ഉണ്ടാക്കുകയും CPM കടുപ്പിക്കുകയും ചെയ്താൽ
അതും CPIക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ആ മുന്നണിയിൽ തുടരുന്നത് തന്നെ ബുദ്ധിമുട്ടുമാകും. പിന്നെ CPI LDF വിട്ടുപോയാൽ CPI മുഴുവനോടെ പോകുമോ അതോ അതിൻ്റെ ഒരു വാലോ കാലോ ഒക്കെ വീണ്ടും LDFൽ നിൽക്കുമോ എന്നുള്ളതും പ്രശ്നമാണ്. നമ്മൾ RSP ഒക്കെ പിരിഞ്ഞു പോയപ്പോൾ കണ്ടല്ലോ. RSP ഒക്കെ പിരിഞ്ഞു പോയപ്പോൾ ഏതെങ്കിലും കുറച്ച് പേരെങ്കിലും അതിനകത്ത് വീണ്ടും ഒരു കഷണമായിട്ട് അവിടെ നിൽക്കും. അത് ശക്തമാവണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു പീസ് അവിടെ നിന്നാൽ അത് CPIക്ക് ക്ഷീണമാണ്. അല്ല, CPI ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിട്ടുപോയാലും മുന്നണിക്കകത്ത് മന്ത്രിസഭ പ്രതിസന്ധിയിലൊന്നും ആകത്തില്ല. ഇല്ല, പ്രതിസന്ധിയിലാകില്ല. എണ്ണം വെച്ചിട്ട് കെട്ടുറപ്പിനെ ബാധിക്കും. കെട്ടുറപ്പിനെ മാത്രമല്ല, ഇപ്പം നമ്മൾ പ്രതിച്ഛായ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. എന്ത് പറഞ്ഞാലും ഒന്നാമത് 10 വർഷം ആകുന്ന ഒരു മന്ത്രിസഭയ്ക്ക് ആൻറ്റി ഇൻകംബൻസി ചില്ലറയല്ല. അതിന് പുറമെ ഒരുപാട് ജനവിരുദ്ധ നടപടികൾ ഏറ്റെടുത്ത ജനങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോയ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുന്നണിയിൽ കൂടെ അന്തഃഛിദ്രം ഉണ്ടായാൽ അത് കൂടുതൽ അതിനെ ബാധിക്കും എന്നുള്ളതാണ്. അതിനെ വലതുപക്ഷത്തിന് മുതലാക്കാൻ കഴിഞ്ഞാൽ, സൗഭാഗ്യത്തിന് അവർക്ക് മുതലാക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ്. കഴിഞ്ഞാൽ അതും വലിയ പ്രതിസന്ധിയായിട്ട് ഇടതുപക്ഷത്തിന് വരും. ഞാൻ കാണുന്ന മറ്റൊരു കാര്യമേ, ഈ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവർക്ക് PM ശ്രീ ആയാലോ അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവിടെ അങ്ങനെ ആണല്ലോ. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞ് 10 വർഷം, ഏതാണ്ട് 9.5 വർഷമായിട്ട് പോകുന്ന ഒരു LDF ആണ് അവിടെ ഉള്ളത്. 2016 മുതൽ ഏതാണ്ട് അതേ അവസ്ഥയാണ്. അതിനകത്ത് ആരും തന്നെ മുന്നണിക്കെതിരായ ഒരു ശബ്ദം ഉയർത്തിയിട്ടില്ല. ഉയർത്തിയ സന്ദർഭങ്ങളിൽ CPIക്ക് പോലും പിന്നീട് അതിൽ നിന്ന് പിന്മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലോ 2 പ്രാവശ്യമൊക്കെ ഒഴിച്ചാൽ, ചാണ്ടിയുടെ രാജി സ്വീകരിക്കുന്ന കാര്യത്തിലോ കുവൈറ്റ് ചാണ്ടിയുടെ രാജി സ്വീകരിക്കുന്ന കാര്യത്തിലോ ഒക്കെ 1-2 സന്ദർഭങ്ങളിൽ ഒഴിച്ചാൽ, അതും ചന്ദ്രപ്പനെ പോലുള്ളവരും അതുപോലെ കാനം പോലും അവസാനം ഷൂ ആയിപ്പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായിയുടെ മുമ്പിൽ ഒന്നും അല്ലാതായി. ബിനോയ് വിശ്വത്തിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത് ബിനോയ് വിശ്വത്തിന് സംഘടനാപരമായും പല ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ട്. CPIക്ക് അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം അതിജീവിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കും അദ്ദേഹം ഇതിപ്പോൾ കടുപ്പിക്കുന്നതെന്നാണ് പല നിരീക്ഷകരും പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഇതിൽ നിന്ന് അയഞ്ഞാൽ ഒരു അയഞ്ഞ പഴന്തുണിയായിട്ട് ബിനോയ് വിശ്വം മാറും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. CPIക്ക് അകത്ത് പോലും അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിനെ ദുർബലമാക്കും. അതുകൊണ്ടാണ് കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത്തരം ഓഫറുകൾ കൊടുത്തിട്ട് ഈ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള കാലമാണ് CPIക്ക് എന്തെങ്കിലും സുവർണകാലം അതായിരുന്നു. CPIക്ക് 2 മുഖ്യമന്ത്രിമാർ. അത് അവർക്ക് ഇനി ഒരിക്കലും അങ്ങനെ ഒരു സാധനം ചിന്തിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്യുതമേനോനും PK വിയും 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. പിന്നെ 4 പാർലമെന്റ് അംഗങ്ങൾ വരെ ഉണ്ടായിരുന്ന സന്ദർഭം, 30-ലേറെ MLA-മാർ ഉണ്ടായിരുന്ന സന്ദർഭം. ഇതൊക്കെ CPIക്ക് ഇനി സ്വപ്നം കാണാൻ കഴിയുമോ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഐക്യമുന്നണിയിലേക്കും പോയാലും CPIക്ക് ഇപ്പം അത്ര മെച്ചപ്പെട്ട ഒരു സംവിധാനമോ നിലയോ അവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. CPIയും വൈതരണിയിലാണ്. ഈ കുരങ്ങൻ കൊണ്ട് തേങ്ങക്കകത്ത് കൈയിട്ട പോലെയാണ്. പക്ഷെ CPIക്ക് നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. അവരുടെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ അത് പ്രകടമായി. സംസ്ഥാന സമ്മേളനത്തിൽ വളരെ രൂക്ഷമായ വിമർശനം വന്നു. നിങ്ങൾ എന്തിനാണ് അവിടെ മൗനികളായി അവിടെ പോയി മന്ത്രിസഭയിൽ ഇരിക്കുന്നത്? അണ്ടിപ്പരിപ്പും പരിപ്പോടെയും തിന്നാനാണോ എന്ന് ചോദിക്കുന്ന വരെ വിമർശനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രിമാരിങ്ങനെ വെറും മൗനികളാവരുത്, പാർട്ടി നേതൃത്വം ഇങ്ങനെ ആവരുത്, തിരുത്തൽ ശക്തി ആവണം എന്നൊക്കെയുള്ള ആ ഒരു 14 ജില്ലാ കമ്മിറ്റി യോഗങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെ ഉണ്ടായ അഭിപ്രായങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പ്രഷറാണ് സത്യം പറഞ്ഞാൽ CPI ഇതിന് പ്രേരിപ്പിച്ചത്. CPI വിചാരിച്ചത് ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് കൂടുതൽ പ്രതിസന്ധിക്ക് നിൽക്കില്ല, ഇതിൽ നിന്ന് ഊരിപ്പോരും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് CPM-ന്റെ ചില നിലപാടുകളും എന്ത് CPI എന്നൊക്കെ ME ഗോവിന്ദൻ തന്നെ ചോദിക്കുന്ന സാഹചര്യം, അതൊക്കെ അവരെയും കൂടുതൽ തളർത്തിയിട്ടുണ്ടാവും. പിന്നെ അറിയാതെ കൊണ്ട് ഒപ്പിടുന്നു എന്ന് പറഞ്ഞത് അത് പറ്റുന്നു. ഇതിലെല്ലാം ഉപരിയാണ് CPI-ക്കാർ
ഉറച്ചു നിൽക്കുകയാണ്. ഇത് ക്യാബിനറ്റിൽ അത്തരത്തിൽ ഇപ്പം സത്യത്തിൽ ക്യാബിനറ്റിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ക്യാബിനറ്റിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് മാറ്റുക മറ്റോ ചെയ്തത്. അപ്പോഴേക്കും ഇവിടെ പോയി ഒപ്പിടുകയാണ് ചെയ്തത്. അങ്ങനെ ക്യാബിനറ്റിൽ തീരുമാനിക്കാത്ത, ഇപ്പം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, ക്യാബിനറ്റിൽ തീരുമാനം ഉണ്ടാകാതെ ഇതെങ്ങനെ ഒപ്പിട്ടു. അപ്പോൾ ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയും കൂടെയാണ്. ക്യാബിനറ്റിൽ തീരുമാനമില്ലാതെ ഒരു കാര്യം പിന്നെ ഇവിടുത്തെ ഒരു സെക്രട്ടറി പോയി അവിടെ പോയി എങ്ങനെ ഒപ്പിട്ടു? കേരളത്തിലെ സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറിക്ക് മുമ്പാകെ പോയി ഒപ്പിട്ടത് എങ്ങനെ? ഇതൊരു വലിയ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം മാത്രമല്ല, അതിനകത്തെ നിയമപരമായ കുറേ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഇത് നിസ്സാരമായൊരു പ്രശ്നമല്ല. ഇത് CPI ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പിന്നെ തീരുമാനം വീണ്ടും ഒരു മന്ത്രിസഭയിൽ വെച്ച് അംഗീകരിക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ട കൂടി വരും. അല്ലെങ്കിൽ CPI മൗനമായി വീണ്ടും സമ്മതിച്ചു കൊടുക്കണം. അന്നത്തെ ക്യാബിനറ്റിൽ അത് തീരുമാനിച്ചതായി അത് ചീഫ് സെക്രട്ടറി അത്തരത്തിൽ റെക്കോർഡ് ചെയ്യുകയും എന്നിട്ട് ഇതിനെയെല്ലാം സാധുവാക്കുകയും ചെയ്യേണ്ടി വരും. 2 മാർഗ്ഗങ്ങളാണുള്ളത്. അല്ലെങ്കിൽ CPI ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് തന്നെയാണ് സംഭവിക്കുക. വേറൊരു മന്ത്രിസഭയിൽ വെച്ച് വീണ്ടും ഇത് പിന്നെ അംഗീകരിക്കേണ്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ റാറ്റിഫൈ ചെയ്യുന്ന അവസ്ഥ വരിക. അത് CPIക്ക് ഒട്ടും ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊട്ടും അവർക്ക് താങ്ങാൻ കഴിയില്ല. അങ്ങനെ പ്രതിസന്ധികൾ നിരവധിയാണ്. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത സമയത്തുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി, നിയമസഭാ സമ്മേളനം 1-ാം തീയതി ഏതൊക്കെയോ പിന്നെ മുഖമനുക്കലിനായിട്ടുണ്ടാക്കിയ ഒരു നിയമസഭാ സമ്മേളനമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമ്മേളനം അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. പല ആനുകൂല്യങ്ങളും കേരള സർക്കാർ ജനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നതിനും ഒക്കെ കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു നിയമസഭാ സമ്മേളനമാണ്. ആ നിയമസഭാ സമ്മേളനം അത് അവമതിപ്പുണ്ടാക്കുന്ന ഒരു നിയമസഭാ സമ്മേളനമായിട്ട് മാറാതിരുന്നാൽ മതി. കാരണം കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കാൾ കൂടുതൽ അവിടെ CPI മന്ത്രിമാരുടെ കസേരയിൽ നിന്ന് മാറി നിന്നു, അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഉത്തരവാദിത്തത്തിൽ അവർ ആക്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ ക്യാബിനറ്റിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ക്യാബിനറ്റിലെ പോലെ നിയമസഭയിലും മന്ത്രിമാർ ഞങ്ങൾ മന്ത്രിമാരല്ല വെറും MLA എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധിയാണ്. അപ്പോൾ അതെല്ലാം CPI ഉണ്ടാക്കുന്ന ഇനിയുള്ള നടപടികളും നീക്കങ്ങളും CPM-ന് മാത്രമല്ല ഇടതുമുന്നണിക്കും ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇതെങ്ങനെ ഊരാക്കുടുക്കിൽ നിന്ന് കരകയറുമെന്നുള്ളത് CPM-ൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ അനുസരിച്ചിരിക്കും. അവർക്ക് 2 നിലപാടുകളെ എടുക്കാൻ കഴിയും. ഒന്ന്, കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാട്, അതിന് പിണറായി വിജയൻ തയ്യാറാകുമോ? CPIക്ക് CPM കീഴടങ്ങുന്ന ഒരു നിലപാട്, അതിന് പിണറായി വിജയൻ തയ്യാറാകുമോ? ഇല്ലെങ്കിൽ CPM ശക്തമായ നിർദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ ഈ തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന പിണറായി വിജയൻ്റെ പഴയ ശൈലിയിലുള്ള ഒരു തീരുമാനം. ഇത് രണ്ടിൽ ഏത് വരുമെന്നുള്ളതാണ് കേരളം കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.